എപ്പോഴും മുത്തശ്ശിയുടെ മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യാനേ എനിക്കൊരു ചമ്മല്. ആ ഇനിയിപ്പോ അത് വേണ്ടല്ലോ. അത് മാത്രമല്ല, സ്കൂളിലെ മാനേജർക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഇല്ലാന്ന് പറഞ്ഞാലേ അതിന്റെ നാണക്കേടേ കെട്ടിയോനായ എനിക്കല്ലേ. മാനേജർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയോ? റൊമാൻറ്റിക് കപ്പിൾസ് റൊമാൻസ് അങ്ങ് കൊഴുക്കുകയാണല്ലോ. ശകുന്തള, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ എന്തെടുക്കുവാന്നല്ല മേഡം അന്വേഷിക്കേണ്ടത്. ദേ കണ്ടോ, ഇണയരണങ്ങളെ പോലെ രണ്ടെണ്ണം കുക്കുരുമി നിൽക്കുന്നത് കണ്ടില്ലേ? മൈ ഗോഡ്, അവർ പരിസരം പോലും മറന്ന് പ്രേമിക്കുകയാണല്ലോ മേഡം. ഇതൊന്നും ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. ഇന്നത്തോടെ രണ്ടിന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. നല്ലൊരു സീനായിരുന്നു. അതുടനെ കലങ്ങാൻ പോവുക. ഞാൻ കൂടെ അങ്ങോട്ട് ചെന്നാലോ? എരിയുന്ന ഫയറിലേക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു ദക്ഷിണ തന്നാ മതി. സന്ദീപേ, വ്രതകാലം കഴിയുന്നവരെ നിങ്ങൾ പരസ്പരം അടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു ഗിരി. ഞങ്ങൾ ഇടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അമ്മയും അത് സംഭവിച്ചത് മറന്നുപോയോ? എന്റെ വാക്കുകളെ ധിക്കരിച്ച് ദൈവദോഷം വിളിച്ചു വരുത്താനാ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന്റെ ദോഷം അനുഭവിക്കുന്നത് എന്റെ മോനായിരിക്കും. ഓ, ചോദിക്കുമ്പോഴൊക്കെ നീ ഇതേ പല്ലവി ആവർത്തിക്കുകയാണല്ലോ. സന്ദീപിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ എന്റെ കണ്ണൊന്ന് തെറ്റിയാ രണ്ടും കൂടി കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതൊക്കെയല്ലേ? കല്യാണം കഴിഞ്ഞവർ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തെന്ന് കരുതി ഒരു ദൈവദോഷവും വരാൻ പോകുന്നില്ല. നീ ഇതും പറയും ഇതിനപ്പുറം പറയും. ഇവന്റെ ജീവനേക്കാൾ വലുത് നിനക്ക് ഇത്തരം കാര്യങ്ങളാണെങ്കിൽ എന്റെ മകനെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം. അമ്മ എന്തിനാ ദൈവൂട്ടി പഴിക്കുന്നത്? ഞാനാ ഇങ്ങോട്ട് വന്നത്. നീ അങ്ങനെ ചെയ്താലും നിയന്ത്രണം പാലിക്കേണ്ടത് ഇവളുടെ ഉത്തരവാദിത്വമല്ലേ? അതെങ്ങനെ? കഴുത്തിലൊരു താലി ഉണ്ടെന്നുള്ള ബലത്തില് എന്തിനു ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കല്ലേ ഇവള്? തൃപ്തിയായല്ലോ അമ്മയ്ക്ക്? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അമ്മയെ മോശക്കാരിയാക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ അവളോട് ക്രൂരത കാണിക്കുന്നത്. പക്ഷേ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് അമ്മ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. നിന്നെയും സന്ദീപിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാ ശ്രീകല ഇല്ലാത്ത നോമ്പും വ്രതവും ഒക്കെ നിങ്ങളുടെ തലയെ കെട്ടിവെക്കുന്നത്. അതൊന്നും നീ അത്ര കാര്യാക്കണ്ട. മാധവൻ ജീവിച്ചിരുന്ന കാലത്ത് ശ്രീകല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ തമ്പി ഒപ്പം കൂടിയതിനു ശേഷം അവളുടെ സ്വഭാവത്തില് ഈ കുഞ്ഞായ്മയും കുശുമ്പും ഒക്കെ കടന്നുകൂടിയത്. പിന്നെ ദോഷം പറയരുതല്ലോ. അവള് പറയുന്നത് പോലെ സന്ദീപിന്റെ ജീവിതത്തിൽ സംഭവിക്കാവോ എന്നൊരാഗ്രഹം അവക്കുണ്ട്. ശ്രീകലയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടാത്തത് നിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് അവളുടെ ഭാഗ്യദോഷമാണെന്നേ ഞാൻ പറയും.
നിന്നെ പോലെ ദൈവാധീനോ ഈശ്വരാനുഗ്രഹമോ ഉള്ളൊരു പെൺകുട്ടി എന്റെ കൊച്ചുമോന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിന്റെ ഗുണം അവനും അവന്റെ കുടുംബത്തിനുമാ. Nhưng mà ê ê mày đánh qua ăn yêu nhá yêu ghê không mày 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 വ്രതം കഴിയുന്നതുവരെ തമ്മിൽ കാണരുതെന്നും സംസാരിക്കരുതെന്നും ശ്രീകല കൽപ്പിച്ചത് അനുസരിക്കാനാണോ നിന്റെ പുറപ്പാട്? എങ്കിൽ ഈ ജന്മം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയാൻ പോകുന്നില്ല. 41 ദിവസത്തെ വ്രതം കഴിയുമ്പോ അവള് മറ്റേതെങ്കിലും വ്രതമോ നോമ്പോ എടുത്തിടും. അതൊക്കെ അനുസരിക്കാൻ തയ്യാറായാലേ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നേരെയാവില്ല. ഞാൻ ആലോചിക്കുന്നത് അതല്ല. 100,000 പ്രശ്നങ്ങളിൽ മുങ്ങിക്കിടന്നൊരു സ്കൂളിനെ ഒറ്റ ദിവസം കൊണ്ട് നീ അതൊക്കെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്ത നിനക്ക് എന്തുകൊണ്ടാ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത്? എന്നുവച്ച് ശ്രീകലയെ പൂർണ്ണമായും ധിക്കരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവള് പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കണം. ഇതുപോലുള്ള കുനിഷ്ടുകൾക്ക് കാതു കൊടുക്കാതിരിക്കുക.